ഷാലോം പ്രിയ ദൈവമക്കളെ, ഷാലോം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനമെന്നാണ്. അസമാധാനം നിറഞ്ഞ ഈ ലോകത്ത് എങ്ങും അക്രമങ്ങളും അടിപിടിയും അനീതിയും രോഗവും ദുഃഖവും പ്രയാസങ്ങളും ഭയങ്കരമായിട്ടുള്ള യുദ്ധങ്ങളും ഒക്കെ നടക്കുന്ന സമയത്തും ദൈവമക്കൾ സമാധാനമായിട്ടിരിക്കണം. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, നമുക്കൊരു സമാധാനമുണ്ടോ യഥാർത്ഥത്തിൽ? ഒരു കഥ ഞാൻ പറയാം. ഒരു സ്ഥലത്തൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടക്കുകയായിരുന്നു. ഒരു വിഷയം കൊടുത്തു. ആ വിഷയത്തെയാണ് അവർ വരയ്ക്കേണ്ടുന്നത്. പീസ് എന്നുള്ളതായിരുന്നു വിഷയം, സമാധാനം. അപ്പോൾ 2 പേരുണ്ട് ഈ വിഷയത്തിൽ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനായിട്ട്. ഒരാൾ വരച്ചു, മനോഹരമായൊരു പുഴ ഒഴുകുന്നു, അതിനപ്പുറത്തായിട്ട് കുറേ പാറക്കെട്ടുകൾ കാണുന്നു, അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു, കുറേ പക്ഷികൾ പറന്നു പോകുന്നു, എല്ലാം സമാധാനമായിട്ടിരിക്കുന്നു. മറ്റൊരുവനുണ്ടായിരുന്നു, അവനും ഇതേ വിഷയമാണ് കിട്ടിയത്. പക്ഷേ പുള്ളിക്കാരൻ വരച്ചത് ഇങ്ങനെയായിരുന്നു: വളരെ ശക്തമായിട്ട് മലകളുടെ ഇടയിൽ നിന്നും ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടം ഭയങ്കര ശക്തമായിട്ട് താഴേക്ക് പതിക്കുന്നു. അത് ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നൊരു പ്രതീതി ആ ചിത്രത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്നു. കാരണം അതിനടുത്തുകൂടെ പോകുന്ന ആളുകൾ തന്നെ ചെവി അടച്ചിട്ട് ഭയങ്കര ശബ്ദമാണെന്നുള്ള രീതിയിൽ അവർ നടന്നു പോകുന്നത് കാണിച്ചിട്ടുണ്ട്. ഈ ശക്തമായിട്ട് ഒഴുകുന്ന താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മരം. ആ മരത്തിൽ ഒരു കുഞ്ഞു കുരുവി അതിൻ്റെ കൂട്ടിൽ സുഖമായി ഉറങ്ങുന്നു. അപ്പോൾ ഇതിലേത് ചിത്രമായിരിക്കും നമ്മളെ ചിന്തിപ്പിച്ചത്? ആദ്യത്തേതെല്ലാം സമാധാനമാണ്, പക്ഷേ രണ്ടാമത്തേത് എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, ഒരാൾ മാത്രം സമാധാനമായിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതായിരിക്കണം ദൈവത്തിൻ്റെ മക്കളുടെ സമാധാനമെന്ന് പറയുന്നത്. ശക്തമായി താഴേക്ക് പതിക്കുന്ന ഭയങ്കര ശബ്ദമുണ്ടാക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ആ കുഞ്ഞു കുരുവിക്ക് അതിൻ്റെ കൂട്ടിൽ സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? അതാണ് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേര് തന്നെ സമാധാന പ്രഭുവാണ്. യഹോവ ഷാലോം. പിതാവായ ദൈവം പുത്രനായ ദൈവവും നമുക്ക് സമാധാനം തരുന്ന ദൈവമാണ്. എന്നാലോ പരിശുദ്ധാത്മാവോ ആശ്വാസപ്രദൻ, അതും നമുക്ക് സമാധാനം തരുന്ന ദൈവം. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല സമാധാനം. ലോകത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പ്രിയപ്പെട്ട പലരും നമ്മളെ വിട്ടു പോകും. ആ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച് ശാന്തമായി ഇരിക്കാൻ കഴിയുന്നതാണ് സമാധാനം. പുറമെ എന്ത് കോലാഹലം നടന്നിരുന്നാലും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എന്നൊരു വലിയ ഉറപ്പ് ഒരു ദൈവപൈതനുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ദൈവത്തോട് നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തരുന്ന വലിയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ഷാലോം. ഗോഡ് ബ്ലെസ് യു.